കൃത്യമായി പറഞ്ഞ എന്താണ് ഹിപ്നോട്ടിസം? ശരിക്കും മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അത് വെച്ച് തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ പോസ്റ്റ് കോവിഡ് കേരളത്തിലുള്ള ഇന്ത്യയിൽ തന്നെയാണെങ്കിൽ 28% നമ്മുടെ മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ ആങ്സൈറ്റി ലെവൽ കൂടിയിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ആളുകൾക്ക് ഇപ്പോൾ ഹിപ്നോസിസിൻ്റെ യൂസേജ് പറഞ്ഞാൽ മനസ്സിലാകുന്ന രീതിയിലായിട്ടുണ്ട്. പണ്ട് തെറ്റിദ്ധരിച്ചുകൊണ്ടിരുന്നത് സൂര്യ ആദ്യം പറഞ്ഞതുപോലെ എന്തോ മയക്കി കെടുത്തി എന്തോ പ്രശ്നങ്ങളൊക്കെ എടുത്ത് കളയുന്ന ഒരു സംഭവം എന്നുള്ള സിമ്പിൾ പരിപാടിയേ ഉള്ളൂ. നമ്മുടെ ഉപബോധ മനസ്സിനെ ആക്സസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഹിപ്നോസിസ്, സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പോൾ ഈ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് വരുമ്പോൾ അവിടെ കുറേ കാര്യങ്ങളുണ്ട്. വെറുതെ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നതിനുപരി ഇത് ഫോം ചെയ്യുന്ന കാലഘട്ടം തൊട്ട് കിട്ടിയിരിക്കുന്ന ട്രോമ, ഇമോഷണൽ കോമ്പണൻസ് ഉള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഫോബിയാസ് ഇതൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതിനെ പ്രോസസ്സ് ചെയ്യുന്ന ടെക്നിക്കാണ് ഹിപ്നോസിസ് എന്ന് പറയാം. അല്ലാതെ മയക്കിക്കെടുത്ത് എൻ്റെ രഹസ്യങ്ങൾ മൊത്തം എടുത്ത് കളയുന്ന ഒരു പരിപാടി അല്ല ഹിപ്നോസിസ്. ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇപ്പുറത്തെ സൈഡ് വരുമ്പോൾ നമുക്ക് നോർമലി സൈക്കോളജിസ്റ്റുകൾ ഉണ്ട്. ഇവരും നമ്മളെ മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് നമ്മൾ പോകുന്നതിൽ ഉപരി എന്ത് ബെനിഫിറ്റ്സ് ആണ് ഇപ്പൊ നമ്മളൊരു ഹിപ്നോതെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോകുമ്പോൾ കിട്ടുന്നത്? ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു കുടം കമഴ്ത്തി വെച്ചിട്ട് വെള്ളം ഒഴിച്ചകത്ത് പോകും? ഇല്ല. കുടം മലത്തി വെക്കണല്ലേ. അപ്പോൾ നമ്മൾ പെരിഫറൽ ആയിട്ട് എന്ത് കൊടുത്തു കഴിഞ്ഞാലും എഫക്റ്റീവ് ആവില്ല. അത് ടൈം എടുക്കും, കുറേ സമയം എടുക്കും. പക്ഷേ ഡയറക്റ്റ്ലി നമുക്ക് പ്രശ്നത്തിലേക്ക് അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈസി ടു മാനേജ്. അതാണ് ഹിപ്നോസിസിൻ്റെ ബെനിഫിറ്റ്. ഏത് ഹീലിംഗ് ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള ഇപ്പോൾ റിലീജിയസ് ബേസ്ഡ് ആയിട്ടുള്ള ഹീലിംഗ് ആയിക്കോട്ടെ, കൗൺസിലിംഗ് ആയിക്കോട്ടെ, മെഡിറ്റേഷൻ ആയിക്കോട്ടെ, എവ്രിതിങ് മാനിഫെസ്റ്റേഷൻ അടക്കം എല്ലാം ഹിപ്നോസിസിലൂടെ നടക്കത്തുള്ളൂ. കാരണം ഹിപ്നോസിസ് എന്ന് വെച്ചാൽ നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ പവറിനെ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഹിപ്നോസിസ്. നമ്മൾ പോലും അറിയാതെ അത് യൂസ് ചെയ്യുന്നുണ്ട് എല്ലാ നിമിഷവും, എല്ലാ ടൈമിലും. ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് തന്നെയാണ്. മാനിഫെസ്റ്റേഷൻ ഉള്ളത് തന്നെയാണ്. അത് ഹിപ്നോസിസിലൂടെ. കാരണം നമ്മൾ ഉപബോധ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഉപബോധ മനസ്സിനെ എപ്പോൾ ആക്സസ് ചെയ്യുന്നോ അത് ഹിപ്നോസിസ് ആണ്. ഇപ്പം ഫുൾ നെയിം എന്താ? സൂര്യ. പേരിട്ടതാരാ? അച്ഛൻ. ഏത് വർഷത്തിലാ? ഞാൻ 2000-ലാണ് ജനിച്ചത്. ഓക്കെ. 2001 ഇട്ട പേരല്ലേ? അപ്പോൾ 2001 ഇട്ട പേര് സൂര്യയോട് ഞാൻ ഇപ്പം ചോദിച്ചപ്പോൾ സൂര്യ എടുത്ത് എവിടുന്നാ? ബോധ മനസ്സിൽ നിന്നാണോ ഉപബോധ മനസ്സിൽ നിന്നാണോ? ഉപബോധ മനസ്സിൽ. അപ്പോൾ പേര് വരെ നമുക്ക് എടുക്കണമെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സിൽ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡെയിലി ലൈഫിൽ നമ്മൾ പോകുന്ന ഓരോ കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്യുന്നത് സബ് കോൺഷ്യസ് മൈൻഡ് വെച്ചായിരിക്കും. അത് വെച്ചാണ് നമ്മൾ കാര്യങ്ങൾ മുഴുവനും, നമുക്ക് ആഗ്രഹങ്ങൾ, ഡ്രീംസ് ആയിക്കോട്ടെ, എന്തും നടക്കുന്ന അവിടെ വെച്ചായിരിക്കും. അതേപോലെ തന്നെ ആയിരിക്കും ട്രോമ ഉണ്ടാകുന്നതും നെഗറ്റീവ് ഇൻഫ്ലിക്ഷൻസ് ഉണ്ടാകുന്നതും പല പല ഇഷ്യൂസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നതും ബിലീഫ് സിസ്റ്റംസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതും ഒക്കെ അങ്ങനെയായിരിക്കും.